ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫാരീസ് ആൻഡ് മമ്മു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലഞ്ച് ബോക്സും സ്നാക്സും എന്തൊക്കെയാണ് കൊടുത്തു വിട്ടതെന്നുള്ള വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ അവർക്ക് കൊടുത്തു വിട്ടത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കൊടുത്തു വിട്ടത്. എഗ് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടുമ്പോൾ നമ്മൾ കറികളൊന്നും ഫസ്റ്റ് ദിവസം ഞാൻ കൊടുത്തു വിട്ടില്ല. കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്പൂൺ കൊണ്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഫ്രൈഡ് റൈസിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തു വിട്ടാൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അതുകൊണ്ട് ഫ്രൈഡ് റൈസും കൂടാതെ ഡേറ്റ്സും കൂടെയാണ് വെച്ച് കൊടുത്തത്. അതായിരുന്നു അവരുടെ ഫസ്റ്റ് ഡേ അവർക്ക് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചത്. പിന്നെ സ്നാക്സിനും ഞാൻ കൊടുത്തത് ബ്രെഡുണ്ട്. വീറ്റിൻ്റെ ബ്രെഡാണ് ഞാൻ എടുത്തത്. വീറ്റിൻ്റെ ബ്രെഡ് ന്യൂട്ടല്ല പുരട്ടിയിട്ട് അത് ഒരു സ്ലൈസ് വെച്ച് കൊടുത്ത്, പിന്നെ ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്, അതും കൂടെയാണ് ഞാൻ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ടത്. പിന്നെ ബോട്ടിലിൽ ചൂടുവെള്ളവും വാട്ടർ ബോട്ടിലിൽ ചൂടുവെള്ളവും കൂടെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മളെ ലഞ്ചും സ്നാക്സും വാട്ടറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് ബാഗിലോട്ട് വെച്ചാൽ മതി. ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത് കുക്കീസാണ്. കോക്കനട്ടിൻ്റെ ക്രഞ്ചി കുക്കീസും എലൈറ്റിൻ്റെ ബനാന കേക്കും കൂടെയാണ് ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത്. അതാണ് ഇന്ന് അവരുടെ സ്നാക്സ്. ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ലെമൺ റൈസാണ് ഞാനിന്ന് കൊടുത്തു വിടുന്നത്. ലെമൺ റൈസ് ചൂടോടുകൂടി തന്നെ ഞാൻ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കൂടാതെ പ്രോട്ടീനായിട്ട് ഞാൻ കുറച്ച് സോയ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോയയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മുകളിൽ വെച്ച് കൊടുത്താൽ അത് മാത്രം എടുത്ത് കഴിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റൈസിൽ കൂടെ ഇട്ട് അവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്താൽ സ്പൂൺ കൊണ്ട് പെട്ടെന്ന് കോരി കഴിക്കാൻ പറ്റുമല്ലോ. അതാണ് ഇന്നത്തെ അവരുടെ ലഞ്ച്. ഇനി ഇതിൻ്റെ കൂട്ടത്തിന് അവർക്ക് ഞാൻ 2 ഡേറ്റ്സും അതിൻ്റെ ഉള്ളിൽ നട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം. ഇന്ന് ഞാൻ ഓരോ ജിലേബി വീതം വെച്ച് കൊടുക്കുന്നുണ്ട് മക്കൾക്ക്. കഴിഞ്ഞ ദിവസമേ പറഞ്ഞായിരുന്നു ജിലേബി വേണമെന്ന്. അങ്ങനെ ജിലേബി, പിന്നെ ഒരു സ്ലൈസ് ബ്രെഡിൽ ന്യൂട്ടല്ലയും പുരട്ടിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ സ്നാക്സ്. അപ്പോൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് അടച്ചു വെക്കാം. ഇന്ന് ലഞ്ചിന് ഞാൻ കൊടുത്തു വിടുന്നത് ഫ്രൈഡ് റൈസ് തന്നെയാണ്. പക്ഷേ വെറും ഫ്രൈഡ് റൈസ് അല്ല, പനീർ കൂടെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ ഇതിൽ. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് ബാഗിൽ വയ്ക്കാം. ഇന്ന് സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് ബനാന ഫ്രൈ ആണ്. അപ്പോൾ 2 പേർക്കും ഒരു 3 പീസോളം ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ബനാന ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. അത് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇതാണ് അവരുടെ സ്നാക്സ്. ഇന്ന് ലഞ്ചിനായിട്ട് കൊടുത്തു വിടുന്നത് ടൊമാറ്റോ റൈസാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഒരുപാട് എരിവൊന്നും ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ടൊമാറ്റോ റൈസും വെള്ളത്തിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് സോയയും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാഗിലോട്ട് എടുത്ത് വയ്ക്കാം. ഇന്ന് സ്നാക്സിനായിട്ട് കൊടുത്തു വിടുന്ന ഒരു ഫ്രൂട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെക്കാം. ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ടുണ്ട്.
അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം. ഇന്ന് ഞാൻ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് മാംഗോ ആണ്. നമ്മളെ മാംഗോ സീസൺ ഇപ്പോൾ കഴിയാറായില്ലേ, അപ്പോൾ കുറച്ച് മാങ്ങയും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിന്ന് സ്നാക്സായിട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഇനി അതും അടച്ച് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പോയി നമ്മളെ ലഞ്ചും കൂടെ എടുത്ത് പാത്രത്തിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇന്നും ലഞ്ചിന് ഞാൻ കൊടുത്തു വിടുന്നത് ഫ്രൈഡ് റൈസാണ്. ഇന്നും ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ച് രാവിലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് ഫ്രൈഡ് റൈസ് റെഡിയാക്കി. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം. ഇന്ന് സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് നമ്മൾ യുണിബിക്കിൻ്റെ കുക്കീസും പിന്നെ കുറച്ച് മുറുക്കും കൂടിയാണ് ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത് സ്നാക്സായിട്ട്. അപ്പോൾ അവർക്ക് കറമുറുത്തതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് എഴുതിന്ന് കുറച്ച് മുറുക്കും കൂടെ കൊടുത്തു വിടാമെന്ന്. അപ്പോൾ അതിനെ അടച്ച് നമുക്ക് ബാഗിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ലഞ്ചും കൂടെ നമുക്ക് ലഞ്ച് ബോക്സിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കൊടുത്തു വിടുന്നത്. കൂടാതെ അതിൽ നട്ട്സും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത്